റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട തൃശൂർ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ ബാബു മരിച്ചു. യുക്രൈനിലുണ്ടായ ഷെല്ലാക്രമണത്തിൽ ബിനിൽ ബാബു കൊല്ലപ്പെട്ടത്. കൂടെയുണ്ടായിരുന്ന ജെയിൻ സുരക്ഷിതനാണെന്നും ഇന്ത്യൻ എംബസിയുടെ അറിയിപ്പ് ലഭിച്ചെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കെ അഖിൽ തൃശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കും. അഖിൽ, ഈ ജെയിനുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ രാവിലെ കൊടുത്തിരുന്നു. ഇപ്പോൾ ബിനിലുമായി ബന്ധപ്പെട്ട ഈ ബിനിൽ കൊല്ലപ്പെട്ടു എന്ന കാര്യങ്ങൾ വരുന്നു. എന്തൊക്കെ കാര്യങ്ങളിലാണ് കുടുംബത്തിന് അറിയിപ്പ് ലഭിച്ചത്? സ്നേഹ, അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ഒരു അറിയിപ്പ് റഷ്യൻ എംബസിയുടെ ഭാഗത്തു നിന്നും കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ ബിന്നിൽ റഷ്യൻ നേരെയുണ്ടായ ഷെല്ലാക്രമണം, ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നൊരു വിവരമാണ്. നേരത്തെ ഈ ബിനിൽ ജെയിൻ ഈ കുടുംബത്തെ ഇക്കാര്യം, അതായത് ഗുരുതരമായ പരിക്ക് ബിനിൽ ഏറ്റിരുന്നു എന്നൊരു കാര്യം, തനിക്കും ബിനിലും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന വിവരം അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ ജെയിൻ തന്നെ മോസ്കോയിലേക്ക് മാറ്റിയെന്നും തനിക്ക് അടിയന്തര ശസ്ത്രക്രിയടക്കം പൂർത്തിയായി എന്നുള്ള കാര്യം കൂടി ഈ വീട്ടുകാരെ അറിയിച്ചത്. അതിന് പിന്നാലെയാണ് ഇവർ റഷ്യൻ എംബസിയുമായി നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പിന്നാലെ റഷ്യൻ എംബസി അധികൃതർ ബന്ധുക്കളെ വിളിച്ച ശേഷം ഇത്തരത്തിൽ ഈ മരണത്തിൽ ഒരു സ്ഥിരീകരണം നൽകുകയായിരുന്നു. ഔദ്യോഗികമായ അറിയിപ്പുകൾ, അതായത് മറ്റേ നോർക്ക വഴിയുള്ള ഔദ്യോഗികമായ അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ലെങ്കിലും റഷ്യൻ എംബസിയുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു വിവരം ലഭിച്ചു എന്ന കാര്യമാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. അതും ഇത്തരത്തിൽ ഷെല്ലാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്നും ജെയിൻ സുരക്ഷിതനാണ് എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ഈ ആഭ്യന്തര മന്ത്രാലയം, അതായത് റഷ്യൻ എംബസി പറയുന്നത് റഷ്യൻ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും തങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിവരം ഔദ്യോഗികമായി ലഭിച്ചു, ആ വിവരം നിങ്ങളെ അറിയിക്കുകയാണെന്ന കാര്യമാണ് എന്തായാലും ഇപ്പോൾ ബിനിലിന്റെ കുടുംബത്തെ റഷ്യൻ എംബസി അറിയിച്ചിരിക്കുന്നത്. ശരി, റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട തൃശൂർ സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് കുടുംബത്തിനെ ഔദ്യോഗികമായി ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം പരിക്കേറ്റ ജെയിൻ സുരക്ഷിതനാണ് എന്ന വിവരവും വരുന്നുണ്ട്. തൃശൂരിൽ നിന്ന് അഖിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.